വെൽക്കം. നമ്മൾ പല പരസ്യങ്ങളും ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ബ്രോഷേഴ്സ് എല്ലാം പ്രിൻ്റ് ചെയ്ത് ആളുകൾക്ക് കൊടുക്കാറുണ്ട്. എന്നാൽ എങ്ങനെയായിരിക്കണം ഒരു നല്ല കോപ്പി റൈറ്റ് അല്ലെങ്കിൽ നല്ല ഒരു ഡിസൈൻ ചെയ്യേണ്ടത്, കോപ്പി എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകം ടൈറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 2024 നിങ്ങൾക്ക് വായിക്കേണ്ട പുസ്തകങ്ങൾ ഒന്നായി പറഞ്ഞിരുന്നു, ദ അഡ്വീക്ക് കോപ്പി റൈറ്റിംഗ് ഹാൻഡ് ബുക്ക് ബൈ ജോസഫ് സുഗർമാൻ. ഈ പുസ്തകം തീർച്ചയായിട്ടും അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് വെറുതെ എഴുതുന്നത് മാത്രമല്ല, ഐഡിയ ക്രിയേറ്റ് ചെയ്യുക, ഐഡിയ നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെ നല്ലൊരു കോപ്പി റൈറ്റിംഗ് നമുക്കുണ്ടാക്കാം, നല്ലൊരു ബ്രോഷർ അല്ലെങ്കിൽ ഡിസൈൻ നമുക്കുണ്ടാക്കാമെന്ന വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ വിഷയം സ്ട്രക്ചറായി പറയുന്നത് ഹെഡ്ലൈൻ, സബ് ഹെഡ്ലൈൻ, കോപ്പി യുവർ പാരഗ്രാഫ്, ഇമേജ്, ക്യാപ്ഷൻ, പ്രൈസ്. ഇതായിരിക്കും നമ്മുടെ ഒരു മെയിൻ ബ്രോഷർ അല്ലെങ്കിൽ മെയിൻ പോസ്റ്ററിൽ ഉണ്ടാകേണ്ട കോണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു മെയിൻ ഹെഡ്ലൈൻ വലിയ അക്ഷരത്തിൽ ഉണ്ടാകുക, ഒരു സബ് ഹെഡ്ലൈൻ ഉണ്ടാകുക, പിന്നെ കോപ്പി അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടാകുക, ഇമേജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വിഷ്വൽ കൊടുക്കുക, നല്ല ക്യാപ്ഷൻ കൊടുക്കുക, പ്രൈസ് കൊടുക്കുക. ഇതായിരിക്കും പൊതുവെ ഒരു സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ സർവീസിന് നാം ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നാം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കാര്യങ്ങൾ ഫീച്ചർ ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകളോ അല്ല വിശദീകരിക്കേണ്ടത്. എങ്ങനെയായിരിക്കും ഒരു കസ്റ്റമർക്ക് അല്ലെങ്കിൽ യൂസർക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടം, എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതിനെക്കുറിച്ചാണ് തീർച്ചയായും നാം നമ്മുടെ കോപ്പി റൈറ്റിൽ പറയേണ്ടതെന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. പലപ്പോഴും നാം എൻ്റെ പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്, അത് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, ഇത്രയെല്ലാമാണ് അതിൻ്റെ ഗുണങ്ങൾ തുടങ്ങിയതെല്ലാം പറയാറുണ്ടെങ്കിലും എങ്ങനെ കസ്റ്റമർക്ക് അവൻ്റെ പെയിൻ അല്ലെങ്കിൽ അവളുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന, പെയിനെ കുറയ്ക്കുന്ന ഒരു സൊല്യൂഷൻ അതിനകത്തുണ്ട്. ആ ആംഗിളിൽ, കസ്റ്റമറുടെ ആംഗിളിൽ നിന്ന് മാത്രമേ ഈ ഒരു കോപ്പി എഡിറ്റ് ചെയ്യുമ്പോൾ, കോപ്പി റൈറ്റ് ചെയ്യുമ്പോൾ എഴുതാകൂ എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത് കോൾ ഓഫ് ആക്ഷൻ. ഒരു ബ്രോഷർ കണ്ടു, ഒരു കോപ്പി റൈറ്റ് കണ്ടു, കോപ്പി എഡിറ്റ് കണ്ടു, പക്ഷേ അതിനകത്ത് നിന്ന് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഒരു കോൾ ഓഫ് ആക്ഷൻ, മേ ബി അത് മേടിക്കേണ്ട ഒരു കോൾ ഓഫ് ആക്ഷൻ ആയിരിക്കാം, ലാസ്റ്റ് ഡേറ്റ് ഇന്നതാണെന്നുള്ളതായിരിക്കാം, ഇന്ന ഡേറ്റിനുള്ളിൽ എടുത്താൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ടെന്നുള്ളതായിരിക്കാം. ഒരു കോൾ ഓഫ് ആക്ഷൻ തീർച്ചയായും നമ്മുടെ കോപ്പി റൈറ്റിങ്ങിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പിന്നീട് പറയുന്ന കാര്യമാണ് സെൽ ദ കോൺസെപ്റ്റ്, നോട്ട് ദ പ്രോഡക്റ്റ്. ഒരു സ്റ്റോറിയെ നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റുമോ? ഒരു കോൺസെപ്റ്റായി നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്തുവാൻ പറ്റുമോ? ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയും പ്രൊഡക്റ്റിൻ്റെ ഫീച്ചറും അല്ലാതെ അതെന്താണ് അതിൻ്റെ കോൺസെപ്റ്റ്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ, സർവീസ് വാങ്ങിയാൽ അതുവഴി നിങ്ങൾക്ക് ഇത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാകുന്നു, ഇത്രമാത്രം നേട്ടം ഉണ്ടാകുന്നു എന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റായി, ഒരു ആശയമായി അതിന് സെല്ല് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ധാരാളം പ്രൊഡക്റ്റുകൾ ഓൾറെഡി മാർക്കറ്റിലുണ്ടാവും. നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് സെല്ല് ചെയ്യുന്നതെങ്കിലും ഒട്ടുമിക്ക പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുള്ളത് തന്നെയായിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യുണീക്കായി മാറിയിരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വ്യത്യസ്തമായിരിക്കുന്ന വിഷയത്തെക്കുറിച്ചും നന്നായി പരാമർശിക്കുവാനായി ഈ പുസ്തകം പറയുന്നുണ്ട്. ഇനി ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ്. കഥ പറയുന്ന കഴിവ് അല്ലെങ്കിൽ കഥ പോലെ ഒരു ആശയത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലിൽ, ഒരു തിമാറ്റിക് മോഡലിൽ നമ്മുടെ കോപ്പി റൈറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ എൻവയോൺമെൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തീമും ബാക്ക്ഗ്രൗണ്ടും എല്ലാം അതുമായി ചേർന്നതല്ലാത്തതാണെങ്കിൽ, ഒരു ടൂറിസം പ്രൊഡക്റ്റിന് ഇലക്ട്രോണിക്സിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റിന് ടൂറിസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, ഇങ്ങനെ ഒരു മാച്ച് അല്ലാത്ത തീംസ് കൊടുക്കാതെ എൻവയോൺമെൻറ്റും തീമും അപ്രോപ്രിയേറ്റ് ഡിസൈൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പും സർവീസ് വാങ്ങുന്നതിന് മുമ്പും ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ട്രസ്റ്റ് ഫാക്ടറാണ്, ഓണസ്റ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ഈ പറയുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വ്യക്തിയെ വിശ്വസിക്കുവാൻ സാധിക്കുന്നു, അതിനുള്ള പവർ വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ കണ്ടൻറ്റിലൂടെ ഒരു ട്രാൻസ്പെറൻസി, ഓണസ്റ്റി, ട്രസ്റ്റ് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഇതിൽ എഴുതുകയും പവർ വേർഡ്സ് യൂസ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഇനി പലപ്പോഴും പലരും കോപ്പി എഡിറ്റ് ചെയ്യുമ്പോൾ, കോപ്പി റൈറ്റ് ചെയ്യുമ്പോൾ കുറേ ആശയങ്ങൾ എഴുതാറുണ്ട്, ലോജിക്കലി കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറമായി ഇമോഷൻസ് സെല്ല് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പുസ്തകം ചോദിക്കുന്നത്. ഇമോഷൻസ്, ആളുകളുടെ ഇമോഷൻസ്. കാരണം പല ആളുകളും പ്രൊഡക്റ്റ് വാങ്ങുന്നത് പ്രൈസ് നോക്കിയോ അതല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിയോ ഒന്നും വാങ്ങണമെന്നില്ല. ഒരു ഇമോഷനാണ് പല കാര്യങ്ങളും ബൈ ചെയ്യാനായി ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ആദ്യം ഇമോഷനാണ്, പിന്നീടാണ് ലോജിക്കൽ തിങ്കിങ് വരാറുള്ളൂ. ആദ്യം പ്രൊഡക്റ്റ് വാങ്ങിയ ശേഷം ലോജിക്ക് നോക്കി നല്ലതായിരുന്നെന്ന് ചിന്തിക്കുന്നതിനാണ് ഒട്ടനവധി കൺസ്യൂമേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും. അതുകൊണ്ട് ഇമോഷൻസ് എത്രമാത്രം ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പൊതുവെ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സെല്ല് ചെയ്യുമ്പോൾ ഒരു 6-7 ഒബ്ജക്ഷൻസ് ആളുകൾ റേസ് ചെയ്യാറുണ്ട്.
ആ 6-7 ഒബ്ജക്ഷൻസ് മാത്രമേ 99% കസ്റ്റമേഴ്സും ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് ഈ 6-7 ഒബ്ജക്ഷൻസ് ആൻസർ ചെയ്യുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ആൻസേഴ്സ് സൊല്യൂഷൻസ് ഈ കോപ്പി റൈറ്റിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം, എത്രമാത്രം സിമ്പിളായി ഇതിനെ അവതരിപ്പിക്കുവാൻ സാധിക്കും. സിമ്പിൾ ആസ് മച്ച് ആസ് പോസിബിൾ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡിങ്സോ അല്ലെങ്കിൽ ജാർഗൺസോ ഉപയോഗിക്കാതെ സാധാരണക്കാരന് മനസ്സിലാകുന്ന സിമ്പിളായ ഭാഷ, സിമ്പിളായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കോപ്പി റൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മറ്റു പ്രധാനപ്പെട്ട നമ്മുടെ ക്യൂരിയോസിറ്റി. ഇത് വായിച്ചു കഴിയുമ്പോൾ, കണ്ടു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുവാനായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചില ഓഫേഴ്സ് ആയിരിക്കാം. അപ്പോൾ ആ കോപ്പി തുടക്കം മുതൽ അവസാനം വരെ നോക്കുവാനായി ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യമാണ് ഹോപ്പ്. ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന എന്ത് കോണ്ടൻ്റാണ് ഇതിനകത്തുള്ളതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. എല്ലാ കോപ്പി റൈറ്റുകളും ഒരു മാജിക് പില്ലായിരിക്കുവാൻ ശ്രദ്ധിക്കുക. പല പ്രശ്നങ്ങളും മനുഷ്യർക്കുണ്ട്. രോഗമായിരിക്കാം, സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ജോലി കിട്ടാത്തതായിരിക്കാം, കടമുള്ളതായിരിക്കാം, ബിസിനസ് ഗ്രോ ചെയ്യാത്തതായിരിക്കാം, പഠിക്കാൻ കഴിയാത്തതായിരിക്കാം. ഇതെല്ലാം മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പ്രോബ്ലം, അല്ലെങ്കിൽ പെയിൻ എന്ന് പറയും. ഈ പെയിനിനെ ഹീൽ ചെയ്യാനുള്ളൊരു പില്ലായി, ഒരു മാജിക് പില്ലായി തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ നിങ്ങളുടെ സർവീസിനെയോ ഈ കോപ്പി റൈറ്റിങ്ങിൽ പ്ലേസ് ചെയ്യുവാൻ, പിച്ച് ചെയ്യുവാൻ, പ്രസൻറ്റ് ചെയ്യുവാൻ സാധിച്ചാൽ മാത്രമേ നല്ലൊരു കോപ്പി റൈറ്റ് ആകുവാൻ സാധിക്കും. തീർച്ചയായും വായിക്കുക ദ അഡ്വീക്ക് കോപ്പി റൈറ്റിംഗ് ഹാൻഡ് ബുക്ക് ബൈ ജോസഫ് സുഗർമാൻ. വളരെ നല്ലൊരു റീഡാണ്, തീർച്ചയായും വായിക്കുക. ജീവിതം